വി നീഡ് ടു പ്രൊട്ടക്ട് അവർ ചിൽഡ്രൻ സ്മൈൽ. മുതിർന്ന ഒരു പുരുഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് പകുതി അൺനോൺ, അറിഞ്ഞുകൂടാ, പടച്ച മനുഷ്യന് മാത്രമേ അറിയുള്ളൂ. ബാക്കി പകുതി DNA ആണ്. മകന് മാത്സിന് 50-ൽ 12 കിട്ടിയുള്ളൂ എങ്കിൽ നിനക്കെന്താ കണക്ക് പഠിച്ച കുഴപ്പമെന്ന് ചോദിക്കണേക്കാൾ മുമ്പ് 10ാം ക്ലാസ്സിലെ നമ്മുടെ മാത്സിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കണം. ജെൻസി നശിച്ചു പോകുന്നു, പിള്ളേർ വഴിതെറ്റുന്നു. ന്യൂ ജനറേഷൻ ആരാ ന്യൂ ജനറേഷൻ ഉണ്ടാക്കിയത്? ഓൾ ജനറേഷൻ അല്ലേ? എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ കുട്ടിക്കാലമാണ്. ഞാൻ ആദ്യമായിട്ട് വേദിയിൽ കയറിയത് പുഞ്ചിരി മത്സരത്തിനാണ്. അന്ന് ഫ്രണ്ടിൽ 2 പല്ലില്ലാത്തതുകൊണ്ട് എൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ പുഞ്ചിരിക്കാനുണ്ടായ മെയിൻ കാരണം ഒരു കന്യാസ്ത്രീയാണ്. ഞാൻ UKG പഠിക്കുമ്പോഴാണ്, 3-4 വയസ്സുള്ളൂ. പുഞ്ചിരി മത്സരത്തിന് സ്റ്റേജിൽ കയറ്റി നിർത്തുമ്പോൾ വരിയായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. റെഡി 1 2 3 പുഞ്ചിരിച്ചെന്ന് പറയുമ്പോൾ അവരവരുടെ ക്ലാസ്സിൽ അധ്യാപകർ ചിരിക്കി എന്ന് പറയുമ്പോൾ എൻ്റെ അധ്യാപികയായിട്ടുള്ള കന്യാസ്ത്രീ എന്നെ നോക്കി പറഞ്ഞത് എൻ്റെ മോൻ പുഞ്ചിരിച്ചേന്നായിരുന്നു. ആ വാക്കിൽ വിടർന്ന് അവർ നോക്കി ഞാൻ ചിരിച്ചു. എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഇതെല്ലാം അതിന് കൈയടി വേണ്ട കേട്ടോ, പുഴുപ്പലുള്ള ചിരിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അടുത്തടുത്തുള്ള സ്കൂളുകൾ തമ്മിലുള്ള മത്സരത്തിനും ഇതേ പുഞ്ചിരി മത്സരത്തിന് എൻ്റെ സ്കൂളിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഞാൻ പോയി. ചെറിയ പിള്ളേർക്ക് അതൊക്കെയല്ലേ ഉള്ളൂ. അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഈ കന്യാസ്ത്രീ ഉണ്ടായിരുന്നില്ല. ബാക്കി വിദ്യാർത്ഥികളെയും എന്നെയും ഉൾപ്പെടെ കൊണ്ടുപോയത് മറ്റൊരു അധ്യാപികയായിരുന്നു. അന്ന് പുഞ്ചിരി മത്സരത്തിന് ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ തിരഞ്ഞത് മുഴുവൻ ആ സിസ്റ്ററെ ആയിരുന്നു. ഏതെങ്കിലും കോണിൽ നിന്നുകൊണ്ട് എൻ്റെ മോനൊന്ന് പുഞ്ചിരിച്ചേ എന്ന് പറയുന്ന ആ സിസ്റ്ററെ ഞാൻ കണ്ടില്ല, ഞാൻ ചിരിച്ചില്ല, ചുണ്ട് വിടർത്തിയ പോലുമില്ല, പല്ല് കാണിച്ചത് പോലുമില്ല. മത്സരിക്കാതെ തന്നെ മത്സരിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു. എന്നോട് ടീച്ചേഴ്സ് ചോദിച്ചു എന്തേ ചിരിക്കാതിരുന്നത്? ഞാൻ പറഞ്ഞു സിസ്റ്ററെ കണ്ടില്ല. എനിക്ക് ഇവിടെയുള്ള എല്ലാ മാതാപിതാക്കളോടും അധ്യാപകരോടും പറയാനുള്ളത്, വി നീഡ് ടു പ്രൊട്ടക്ട് അവർ ചിൽഡ്രൻ സ്മൈൽ. അവർ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിൽ ഈ കൂടിയിരിക്കുന്ന മാതാപിതാക്കളോടാണ് പറയാനുള്ളത്, അവർ നോക്കുന്നത് നിങ്ങൾ ചിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവരെ നോക്കിയിട്ട് മാർക്ക് കുറഞ്ഞാലും അറിയാണ്ടൊരു അടി ഉണ്ടാക്കി, സ്കൂളിൽ അടി ഉണ്ടാക്കി വരുമ്പോഴും നിങ്ങളുടെ മുഖത്ത് അവരെ നോക്കിയിട്ട് എൻ്റെ മോനെ എന്താ പറ്റിയേ, എൻ്റെ മോനെ ചിരിച്ചേ എന്ന് പറയുന്ന ആ ഒരു ലാസ്റ്റ് ഹോപ്പ് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഫേമസ് സെൻറ്റൻസ് ഉണ്ട്, പാരൻസ് ആർ ടാങ്ക്സ്, ചിൽഡ്രൻ ആർ ടാപ്സ്. മാതാപിതാക്കൾ എന്ന് പറയുന്നത് ടാങ്കും മക്കൾ എന്ന് പറയുന്നത് പൈപ്പുമാണെന്ന് പറയാം. ഈ ടാങ്കിൽ കരിക്കും വെള്ളമാണെങ്കിൽ പൈപ്പിൽ കൂടെ എന്ത് വരും? കരിക്കും വെള്ളം വരും. ടാങ്കിൽ ചെളിവെള്ളമാണെങ്കിൽ പൈപ്പിൽ കൂടെ എന്ത് വരും? ചെളിവെള്ളമായിരിക്കും വരണ്ടാവുക. അപ്പം നമ്മളെപ്പോഴും ഏറ്റവും ആദ്യം ക്ലീൻ ചെയ്യേണ്ടത് ടാങ്കാണോ പൈപ്പാണോ? ടാങ്കാണ്. ടാങ്ക് മുഴുവൻ എന്നെ നോക്കിയിരിക്കുന്നു, പൈപ്പ് മുഴുവൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് തുടങ്ങി നല്ലൊരു ബ്രഷൊക്കെ എടുത്തിട്ട് ഈ ഹൃദയം എന്ന് പറയുന്ന സാധനം ഒന്ന് ക്ലീനാക്കാം. ഇവർ കണ്ട് പഠിക്കണതേ ഉള്ളൂ. ഒരു ഫേമസ് സെന്റൻസ് ഉണ്ട്, എ മാൻ ഈസ് പാർട്ട് ഹിസ് DNA, പാർട്ട് അൺനോൺ, പാർട്ട് വാട്ട് ഹി സീസ് ആൻഡ് ഗോസ് ത്രൂ ആസ് എ ചൈൽഡ്. എന്ന് വെച്ചാൽ മുതിർന്ന ഒരു പുരുഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് പകുതി അൺനോൺ, അറിഞ്ഞുകൂടാ, പടച്ച മനുഷ്യന് മാത്രമേ അറിയുള്ളൂ. ബാക്കി പകുതി DNA ആണ്. അതായത് അവനവൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാണ് മറ്റൊരു പകുതി. പിന്നെയുള്ളത് വാട്ട് ഹി സീസ് ആൻഡ് ഗോസ് ത്രൂ ആസ് എ ചൈൽഡ്. ഒരു കുട്ടി എന്ന നിലയിൽ അവൻ കടന്നു പോകുന്ന കാഴ്ചകളാണ്. ഇതിനകത്ത് പടച്ചൻ്റെ റോള് നമുക്ക് ഡെയിലി ആയിട്ട് നമ്മുടെ കയ്യിലില്ല. ദൈവത്തിൻ്റെ കാര്യം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, എങ്ങനെയാണ് ഈ കുട്ടിയെ സൃഷ്ടിച്ചതെന്ന്. DNA നമ്മുടെ കയ്യിലില്ല. ഇപ്പോൾ മകന് മാത്സിന് 50-ൽ 12 കിട്ടിയുള്ളൂ എങ്കിൽ നിനക്കെന്താ കണക്ക് പഠിച്ച കുഴപ്പമെന്ന് ചോദിക്കണേക്കാൾ മുമ്പ് 10ാം ക്ലാസ്സിലെ നമ്മുടെ മാത്സിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കണം, കുറ്റം പറയണേക്കാൾ മുമ്പ്. അപ്പം നമുക്ക് 50-ൽ 13 ഉള്ളൂവെങ്കിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയണം, എൻ്റെ കുഞ്ഞ്. നിങ്ങളുടെ മകൻ നല്ലപോലെ പാട്ട് പാടുന്നുണ്ടാവുമായിരിക്കാം, അതിന് കാരണം നിങ്ങൾ പാടുന്ന ഒരാളായിരിക്കാം. പറയണം, എൻ്റെ കുഞ്ഞ്. അവൻ ക്ലാസ്സിൽ തെറി പറഞ്ഞതിന് ടീച്ചർ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു. സ്വയം ചോദിക്കണം, വീട്ടിൽ ഞാനും അവളും സംസാരിക്കുമ്പോൾ തെറികൾ പറയാറുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ തെറി കാരണം
ഈ ഇരിക്കുന്ന പിള്ളേര് പാവങ്ങളാണ്. നിങ്ങളുടെ ലോകത്തിൽ അവർ വന്നു വീണു. അവരുടെ ഡിസിഷൻ ആയിരുന്നില്ല ഈ ഭൂമിയിൽ ജന്മം എടുക്കണമെന്നുള്ളത്, നിങ്ങളുടെ ഡിസിഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് ഉത്തരവാദിത്തം. ജെൻസി നശിച്ചു പോകുന്നു, പിള്ളേർ വഴിതെറ്റുന്നു. ന്യൂ ജനറേഷൻ, ആരാ ന്യൂ ജനറേഷൻ ഉണ്ടാക്കിയത്? ഓൾ ജനറേഷൻ അല്ലേ? സോ യു ഹാവ് എ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി. ഞാൻ തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവം പറയാൻ ആഗ്രഹിക്കുന്നു. മാരിയപ്പൻ തങ്കവേലു എന്നൊരു പയ്യനുണ്ട്. അവന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവന് വീട്ടിൽ മൊത്തം 6 മക്കളാണ്. അപ്പൻ അവരിട്ടേച്ചു പോയി. അമ്മ ഇഷ്ടിക ചുമന്ന് നടന്നു കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവർ ജീവിച്ചു പോണത്. ഒരിക്കൽ സ്കൂൾ ബസ് പുറകിലേക്ക് എടുക്കുന്ന നേരത്ത് അവന്റെ കാലുമേ കൂടി ബസ് കയറിപ്പോയിട്ട് കാൽപാദം ചതഞ്ഞരഞ്ഞുപോയി. പിന്നീട് അവൻ ആ കാൽപാദം വളരുന്നില്ല, അവൻ തൊങ്ങിയാ നടക്കുന്നേ. എപ്പോഴും ഫുട്ബോൾ കളിച്ചിരുന്ന, പ്രാർത്ഥിച്ചിരുന്ന, എല്ലാത്തിനും എനർജറ്റിക് ആയിരുന്ന, മിടുക്കനായിരുന്ന മാരിയപ്പൻ തങ്കവേലു അങ്ങ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവന്റെ സ്കൂളിലെ സ്പോർട്സ് ടീച്ചർ പറഞ്ഞു, എടാ നീ എന്താ എനർജിയോടുകൂടി ഓടി നടന്നവനാണ്, നീ ഈ കാല് വെച്ച് നീ പറ്റാവുന്ന പോലെ നടക്കാൻ ശ്രമിക്കണം, മെല്ലെ ഓടാൻ ശ്രമിക്കണം. അവനോട് പറഞ്ഞു, അവന് ട്രെയിനിങ് കൊടുത്തു. ബാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ എക്സ്ട്രാ ട്രെയിനിങ് കൊടുത്തു. അവൻ മറ്റു കുട്ടികളെ പോലെ ഓടാൻ തുടങ്ങി. അങ്ങനെ അവന്റെ സ്കൂളിൽ ഹൈ ജമ്പിന് 2 കാലുകളുള്ള കുട്ടികളെക്കാൾ ഉയരത്തിൽ ചാടി മാരിയപ്പൻ തങ്കവേലു ഫസ്റ്റ് എടുത്തു. സ്കൂൾ ഞെട്ടി, കണ്ടിരുന്നവർ ഞെട്ടി. ഓക്സിലിയം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? അസിസ്റ്റ് എന്നാണ്, സപ്പോർട്ട് എന്നാണ്. മനുഷ്യനെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാരിയപ്പൻ തങ്കവേലുവിന്റെ ഈ ഒരു പ്രാവീണ്യം കണ്ട് അവനെ സ്റ്റേറ്റ് ലെവലിൽ വിട്ടു. അവിടെയും ഫസ്റ്റ് പ്രൈസ്. അവനെ അവസാനം പാരാലിമ്പിക്സിലേക്ക് വിട്ടു. എന്ന് വെച്ചാൽ ഫിസിക്കലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ പങ്കെടുക്കുന്ന ഒളിമ്പിക്സ്. 2016 റിയോ ഒളിമ്പിക്സിന് ഈ കാലിന് അവൻ അഡിഡാസ് എന്ന് പറയുന്ന കമ്പനി ചെറിയൊരു സ്പോഞ്ച് പോലെ സാധനം വെച്ചു കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിക്കണം, കാല് നിലത്ത് കുത്തുമ്പോൾ കുത്തിക്കൊള്ളുന്ന വേദനയിലും ആ പാദങ്ങളില്ലാത്ത ആ കാല് വെച്ച് അവൻ തൊങ്ങി ഇന്ത്യയെ റെപ്രസെന്റേറ്റ് ചെയ്ത് റിയോ ഒളിമ്പിക്സിൽ ലോങ് ജമ്പിൽ ഗോൾഡ് മെഡൽ വാങ്ങിച്ചു മാരിയപ്പൻ തങ്കവേലു. എന്നെ ഞെട്ടിപ്പിച്ചത് അവൻ ഗോൾഡ് മെഡൽ വാങ്ങിച്ചതല്ല. ഗോൾഡ് മെഡൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ തമിഴ്നാട് ഗവൺമെന്റ് 2 കോടി രൂപ പാരിതോഷികമായിട്ട് കൊടുത്തു. 2 കോടി. അവന്റെ വീട് അതിദാരിദ്ര്യം നിറഞ്ഞതാണ്. അവൻ ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ? ആ 2 കോടിയിൽ 30 ലക്ഷം അവൻ പഠിച്ച സ്കൂളിൽ അവൻ കൊടുത്തു. അവന്റെ പെങ്ങന്മാരുണ്ട് 3 പേര്. അവരൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട്. ആ പൈസ വേണം. നമുക്കൊക്കെ 10 രൂപ കിട്ടിയ 3 രൂപ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? മാരിയപ്പൻ തങ്കവേലു എന്ന് പറയുന്ന മനുഷ്യൻ, അവന്റെ സ്കൂളിൽ നിന്നൊരു അസിസ്റ്റ് കിട്ടി. അവന്റെ സ്പോർട്സ് ടീച്ചർ അവൻ അസിസ്റ്റ് ചെയ്തു. അവൻ വളർന്ന് വലുതായി. അവൻ ഉയർന്നപ്പോൾ അവൻ തിരിച്ച് ആ സ്കൂളിന് അസിസ്റ്റ് ചെയ്തു. ഡിയർ ഓക്സിലിയം നവജ്യോതി സ്കൂൾ, ഡിയർ ടീച്ചേഴ്സ്, മൈ ഡിയർ പാരന്റ്സ്, യു സ്കൂൾ, ഇവിടുത്തെ അധ്യാപകർ എങ്ങനെയാണ് ഈ നല്ല മക്കൾ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്? അവർ ഫിസിക്കലി ചിലപ്പോൾ മിടുക്കരായിരിക്കാം, അവരുടെ ഉള്ളിൽ ചില വേദനകൾ ഉണ്ടെങ്കിലോ ആരായിരിക്കും, ഏത് ടീച്ചറെ ഓർത്തിട്ടായിരിക്കും അവർ ചിരിക്കുക? ഞാനൊന്ന് നോക്കി എൻ്റെ മോനൊന്ന് പുഞ്ചിരിച്ചെന്ന് പറയുന്ന പോലെ ഏത് ടീച്ചറുടെ മുഖമായിരിക്കും ഓക്സിലിയത്തിൽ, ഈ ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ മരിക്കുവോളം ഓർത്തിരിക്കാൻ പോകുന്നത്? എനിക്ക് ആ ടീച്ചറുടെ പേര് പോലും ഓർമ്മയില്ല. പക്ഷേ ഒന്ന് കണ്ണടച്ചാൽ നരച്ച മുടികളുള്ള, കറുത്ത തൊപ്പിയുള്ള, വെളുത്തുടുപ്പുള്ള, വലിയ കണ്ണാടിയുള്ള, വലിയ പല്ലുകളുള്ള എൻ്റെ ടീച്ചർ ആ മൂലക്കിരുന്ന് എൻ്റെ പൊന്നുമോനൊന്ന് ചിരിച്ചെന്ന് പറയുന്ന ഓർമ്മ സ്റ്റിൽ വിത്ത് മീ. ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്ക് നിങ്ങൾ എന്ത് ഓർമ്മയാണ് കൊടുക്കാൻ പോകുന്നത്?